അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് എറണാകുളം മൂത്തകുന്നം സത്താർ ഐലൻഡ് നിവാസികൾ. ദ്വീപിലേക്കുള്ള ഏക നടപ്പാലം തകർന്നു വീഴാറായ നിലയിലാണ്. ഉപ്പുവെള്ളം കയറി വീടുകളും നശിച്ചു. സുനാമിയും പ്രളയവും തകർത്ത ദ്വീപിലേക്ക് വേണ്ടത്ര സർക്കാർ സഹായം ലഭിച്ചിട്ടില്ല എന്ന് ജനങ്ങൾ പറയുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് സത്താർ ദ്വീപ്. ടോപ് 10 സ്പെഷ്യൽ. കായലിനാൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് സത്താർ ഐലൻഡ്. പ്രകൃതി രമണീയമായ പ്രദേശം. എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന് അത്ര നിറം പോരാ. ദ്വീപിലേക്കെത്താൻ ഏക വഴി ഈ നടപ്പാലമാണ്. 30 വർഷം പഴക്കമുള്ള പാലം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാമെന്ന നിലയിലും. ഈ മനസ്സിൽ തീയാണ്. ഇപ്പം ഈ മക്കൾ ജോലിക്ക് പോണ്. അവർ വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഈ പാലം ഇടിഞ്ഞു വീഴാറായി. അവർ വണ്ടി ഓടിച്ച് വന്ന സമയത്ത് ഈ പാലം ഇടിഞ്ഞു വീണ അവർ അറിയോ, ഓടി വന്ന് വണ്ടി അങ്ങോട്ട് കയറ്റും, അവിടെ വെള്ളത്തിൽ കിടക്കും. പാലം കടന്നു ചെന്നാൽ കാണുന്നത് വർഷങ്ങളായി ദുരിതം പേറി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളെയാണ്. മഴക്കാലത്ത് വെള്ളപ്പൊക്കം, അത് കഴിഞ്ഞുള്ള മാസങ്ങളിൽ ഊരുവെള്ളം കയറുന്നതിനാലും വർഷം മുഴുവൻ വെള്ളത്തിലാണ് ദ്വീപ്. ഏത് സമയത്തും വെള്ളം നീന്തിയിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന് അക്കരെ പോകാനായിട്ട്. 6 മാസം ഉപ്പുവെള്ളം എന്നുണ്ടെങ്കിൽ 6 മാസം നൻപെള്ളോർന്ന് ആദ്യം. ഇപ്പം അതല്ല അവസ്ഥ. തിരിത്തിടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് 12 മാസവും ഞങ്ങൾ വെള്ളത്തിലാണ്. 2004 സുനാമിയും 2018 പ്രളയവും ദ്വീപിൽ വൻ നാശനഷ്ടമാണ് വിതച്ചത്. ദ്വീപിന്റെ പകുതി ഭാഗവും കായലിൽ മുങ്ങി. ദ്വീപ് സംരക്ഷിക്കാൻ ചുറ്റും കരിങ്കൽ ഭിത്തിയും പുലിമുട്ടും നിർമ്മിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഇപ്പോൾ ആ വീപ്പിത്തിരത്തിൻ്റെ അവിടെ നിന്നുള്ള വെള്ളം കണ്ട് ശക്തിയായിട്ട് അവിടെ വീപ്പിത്തിരത്തിൽ പുലിമുട്ട് ഗവൺമെൻറ് പണിത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ നാട്ടിലേക്ക് പണിതിട്ടില്ല. അവിടുത്തെ വെള്ളം കണ്ട് ശക്തിയായിട്ട് ഇങ്ങോട്ട് അടിക്കുന്നതനുസരിച്ച് ഞങ്ങളുടെ തുരുത്ത് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലത്തിലാണ് സത്താർ ഐലൻഡ്. പ്രശ്നങ്ങൾ ഉന്നയിച്ച് MLA പലതവണ കണ്ടിട്ടും നടപടികളുണ്ടായില്ലെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് ഒരു പരിമിതികളുണ്ട് ചെയ്യുന്നതിന്. ഇപ്പോൾ പഞ്ചായത്തിന് ഇപ്പോൾ എല്ലാവരും കൂടെ പഞ്ചായത്തിന് ചെയ്താലെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നമുക്ക് കൺസെൻറ്റ് വേണ്ടേ. അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുത്ത് നമുക്ക് വേണമെങ്കിൽ MLAയോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ MLA പറഞ്ഞാൽ നമുക്കത് ഭൂമി ഏറ്റെടുത്തിട്ട് അത് വേണമെങ്കിൽ അതിൻ്റെ പൈസ നമുക്ക് കോടതി കെട്ടി വെച്ച് നമുക്കത് ഏറ്റെടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് പറയുന്നതല്ലാണ്ട് യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺ കുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. 4 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലൈഫിൻ്റെ അനുവദിച്ചിട്ടുണ്ട്. വീട് പണിയേണ്ട നേരം കഴിഞ്ഞ് പാസ്സായി കിടക്കണം. ആ പാലത്തുമ്മേ കൂടി ഒരാളും വരില്ല വിളിച്ചാൽ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഈ 4 ലക്ഷം രൂപ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇടിഞ്ഞു പോയി, ചെറിയും പോയി, പറമ്പും പോയി. ഇപ്പം അതേ ഇവിടത്തോളം ആയിട്ടുണ്ട്. ഇനി ഇത് ഇടിയണത് എപ്പോഴാണ് മറിഞ്ഞു വീഴണേന്ന് പറയാൻ പറ്റൂല. വീട് അത്രയും കുളിമുറിയൊക്കെ പോകാറായിരിക്കുകയാണ്. കിളിമുറിയുടെ സൈഡൊക്കെ ഇടിഞ്ഞു പോയി. വീടൊക്കെ ആകെ പോയി കിടക്കുകയാണ്. വെള്ളമൊക്കെ കയറും, ഇടിഞ്ഞ് നിൽക്കുകയാണ്. ഇടിഞ്ഞിപ്പോൾ തറയുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീടേറ്റ സമയത്താണെങ്കിൽ വീടിൻ്റെ ഇവിടെയൊക്കെ നിറച്ച് വെള്ളം ഒരിക്കുള്ളൂ. പിന്നെ കോളേജിലൊക്കെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ലേറ്റാവും എപ്പോഴും ചെല്ലുമ്പോഴത്തേനും. ഇവിടെ ചെളി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ അപ്പുറത്ത് ചെന്നിട്ട് കാലൊക്കെ കഴുകിയിട്ടൊക്കെയാണ് നിറച്ച് ചെളിയൊക്കെ ആയിരിക്കുള്ളൂ. നമ്മുടെ ഈ നാട്ടിൽ ആകെ ഒരു സ്ഥാപനമാണ്, പൊതുസ്ഥാപനം അംഗൻവാടിയാണ്. അതിലോട്ട് കുട്ടികൾക്ക് വരാനും അതിൻ്റേതായ സേവനങ്ങൾ വാങ്ങിക്കാനായിട്ട് ആളുകൾക്ക് വരാൻ അംഗൻവാടിയിൽ എത്തിച്ചേരാൻ പറ്റണില്ല. അത്രയും ദുരിതപൂർണമായ ഒരവസ്ഥയിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ അംഗൻവാടിയുടെ തൊട്ടപ്പുറം സ്ഥലങ്ങൾ പൊക്കിയത് കൊണ്ട് അംഗൻവാടിയുടെ അകത്ത് ഇങ്ങനെ വെള്ളം നിൽക്കുകയാണ്. കുട്ടികൾക്ക് വരാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമ്മളൊരു പുതിയ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലെ ഒരു 3 വർഷത്തിൽ കൂടുതൽ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഉപ്പുള്ളതിൽ കൂടി ഓടിയിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തുരുമ്പ് പിടിക്കുകയും പെട്ടെന്ന് കംപ്ലൈൻറ്റുകൾ വരികയാണ് ചെയ്യുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത കിരൺ ചേരുകയാണ്. കിരൺ, വികസനമില്ലായ്മയാണ് സത്താർ ഐലൻഡിലെ പ്രശ്നം. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പരിഹാരം തന്നെയല്ലേ ജനങ്ങൾക്ക് വേണ്ടത്? വർഷങ്ങളായി ദുരിതം പേറി ജീവിക്കുകയാണ് സത്താർ ഐലൻഡിലെ ജനങ്ങൾ. 2004 സുനാമിയും 2018 മഹാപ്രളയവുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ തകർത്തെറിഞ്ഞത്. വർഷം മുഴുവനും വെള്ളക്കെട്ട് ആണ് ഇപ്പോൾ ഈ പ്രദേശത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മഴക്കാലത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതാണ് പ്രശ്നമെങ്കിൽ പിന്നീട് ഉള്ള മാസങ്ങളിൽ ഊരുവെള്ളം കയറുന്ന ആ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതുകൊണ്ട് തന്നെ ഉപ്പുവെള്ളം കയറി വീടുകളെല്ലാം തന്നെ തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തേക്ക് എത്താനായിട്ട് ഏക വഴി എന്നുള്ളത് നടപ്പാലമാണ്. ഈ നടപ്പാലത്തിന് തന്നെ 30 വർഷത്തിലധികം പഴക്കമുണ്ട്. പാലം തകർച്ചയുടെ വക്കിലേക്കാണ്. രോഗികളും കുട്ടികളും അടങ്ങുന്ന ദ്വീപിലെ ജനങ്ങൾക്ക് ദ്വീപിന് പുറത്തേക്ക് സ്കൂളുകളിലേക്കോ ആശുപത്രികളിലേക്കോ പോകണമെങ്കിൽ ഈ പാലത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്.
എന്നുള്ളത്. ഈ പാലം തകർച്ചയിലായതോടുകൂടി തന്നെ ഇങ്ങോട്ട് ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾ എത്താനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതവണ ഇവർ MLA അടക്കമുള്ള ആളുകളെ സമീപിച്ചിരുന്നതാണ്. എന്നാൽ ഇതുവരെ ഈ വിഷയത്തിൽ MLA അടക്കമുള്ള ആളുകൾ, MLA പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്, അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഈ സംഭവത്തിൽ ഇടപെടാനായിട്ട് തയ്യാറാവുന്നില്ല എന്നുള്ളൊരു പരാതി തന്നെയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്.